ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ്. നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അറിയാം, കേട്ടറ്റ് കാറ്റഗറി 2 അറ്റൻഡ് ചെയ്യുന്നവരാകുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്നെങ്കിൽ സോഷ്യൽ സയൻസ് മാത്രം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാത്സും സയൻസും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സോഷ്യൽ മാത്രമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം 60 ക്വസ്റ്റ്യൻസ് ആണ് സോഷ്യൽ മാത്രമായിട്ട് ഉണ്ടാവുക. ഇനി മാത്സും പിന്നെ അല്ലെങ്കിൽ മാത്സ് പ്ലസ് സയൻസ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 30 പ്ലസ് 30 30 പ്ലസ് 30 ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കും. നിങ്ങൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ OMR ഷീറ്റിൽ ഉണ്ടാവും സോഷ്യൽ ആണോ അല്ല മാത്സ് സയൻസ് ആണോ എന്ന് ചോദിക്കും. സോഷ്യൽ ആണെങ്കിൽ അതിന് നേരെ നിങ്ങൾ ഇങ്ങനെ ബബിൾ ചെയ്ത് കൊടുക്കണം, അല്ല മാത്സ് ആണെങ്കിൽ അതിന് നേരെ നിങ്ങൾ ബബിൾ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വേണം നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. മാത്സ് സോഷ്യൽ നിങ്ങളുടെ ബുക്ക്ലെറ്റിൽ ഉണ്ടാവും, സോഷ്യൽ സയൻസും ഉണ്ടാവും. ഓക്കെ, ഏതാണോ നമുക്ക് വേണ്ടത് അത് അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി, ഇതുപോലെ ബബിൾ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. അത് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം സോഷ്യൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: തൊഴിൽ നികുതി ചുമത്തുന്നതും ശേഖരിക്കുന്നതും ആരാണ്? ചുവടെ തന്നിരിക്കുന്നവയിൽ തൊഴിൽ നികുതി ചുമത്തുന്നതും ശേഖരിക്കുന്നതും ആരാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ: കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ലോക്കൽ സെൽഫ് ഗവേണൻസ്, അതായത് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒക്കെ പോലുള്ള സ്ഥാപനങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആണോ, സംസ്ഥാന ഗവൺമെന്റ് ആണോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണോ, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണോ? ആരാണ് തൊഴിൽ നികുതി ചുമത്തുന്നതും ശേഖരിക്കുന്നതും ഒക്കെ ആരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടും, വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും ആരാണ്. യാതൊരു സംശയവും വേണ്ട, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് തൊഴിൽ നികുതി ചുമത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കിട്ടിയല്ലോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. പ്രൈസ് ഓഫ് സിവിലൈസേഷൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? പ്രൈസ് ഓഫ് സിവിലൈസേഷൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ഓപ്ഷൻ നോക്കിയേ: പോൾ ക്രൂമാൻ, അമർത്യ സെൻ, ജെഫ്രി സാഞ്ച്, അതുപോലെ തന്നെ ജോസഫ് സ്റ്റിഗ്ലിസ്. പറഞ്ഞ 4 പേരിൽ ആരാണ് പ്രൈസ് ഓഫ് സിവിലൈസേഷൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്? ഇതൊക്കെ ഒന്ന് ജനറൽ ആയിട്ട് ഇനി നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ നിന്ന് വരുന്ന മാർക്ക് നമുക്കൊന്നും നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യമായിട്ട് ഇത് മാറും. അപ്പോൾ ഇവിടെ ഈ ഒരു പറഞ്ഞ ഗ്രന്ഥം, ഈ ഒരു ഗ്രന്ഥം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കണം. പ്രൈസ് ഓഫ് സിവിലൈസേഷൻ, അതിന്റെ രചയിതാവ് എന്ന് ചോദിച്ചാൽ ജെഫ്രി സാഞ്ച് ആണ്. ഓക്കെ, ജെഫ്രി സാഞ്ച് എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് ഇവിടെ വരിക. ഓപ്ഷൻ സി തന്നെയാണ് ഇവിടെയും ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇതാ: താഴെ പറയുന്നവയിൽ സാധനത്തിന്റെയും സേവനങ്ങളുടെയും വർധനവിന് സംഭവിക്കുന്നത്. ഓക്കെ, സാധനത്തിന്റെയും സേവനത്തിന്റെയും വർധനവാണ് ഉദ്ദേശിക്കുന്നത്. സാധനത്തിന്റെയും സേവനത്തിന്റെയും വർധനവ് ഓക്കെ മൂലം സംഭവിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ: വരുമാനത്തിന്റെ തുല്യമായ വിതരണം, എല്ലാവർക്കും തൊഴിൽ, ദേശീയ വരുമാനത്തിലെ വർധനവ്, അതുപോലെ തന്നെ ഉൽപാദനക്ഷമതയിലെ കുത്തനെയുള്ള ഇടിവ് എന്നാണ്. കുത്തനെയുള്ള ഇടിവ് എന്നാണ് ഇവിടെ വരിക, കുത്തനെയുള്ള ഇടിവ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യത്തിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വർധനവ് മൂലം സംഭവിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ വരിക? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ വർധനവ് മൂലം സംഭവിക്കുന്നത് ദേശീയ വരുമാനത്തിലെ വർധനവാണ് കേട്ടോ. ദേശീയ വരുമാനത്തിലെ വർധനവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ദേശീയ വരുമാനത്തിലെ വർധനവാണ് ഇവിടെ വരിക. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം നമുക്ക്. 4th, കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞത്. നോക്കിയാൽ ഒന്ന് വായിച്ചു നോക്കിയേ. കൂട്ടത്തിൽ ചേരാത്തതിനെ കണ്ടെത്തണം. ആം ആദ്മി ഭീമ യോജന, രാഷ്ട്രീയ സ്വസ്ഥ് ഭീമ യോജന, കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, അതുപോലെ തന്നെ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷൻ. ഓക്കെ, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷൻ എന്നിങ്ങനെ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്താനാണ് പറഞ്ഞത്. ആം ആദ്മി ഭീമ യോജന, രാഷ്ട്രീയ സ്വസ്ഥ് ബീമ യോജന, കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, അതുപോലെ തന്നെ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷൻ. ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ ചേരാത്തത് ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഏതാ വരുക? ഇവിടെ മനസ്സിലാക്കുക, ഈ പറഞ്ഞ 4 കാര്യങ്ങളും സ്കീം തന്നെയാണ്. ഓക്കെ, ഭീമ യോജന, ഈ യോജനകളൊക്കെ എന്ത് ഈ പറഞ്ഞ സ്കീം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എയും ബിയും സിയും വരുന്നത്. ഓക്കെ, ആം ആദ്മി ഭീമ യോജന, രാഷ്ട്രീയ സ്വസ്ഥ് ബീമ യോജന, അതുപോലെ കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഓക്കെ, ഇതെല്ലാം സ്കീമുകൾ തന്നെയാണ്, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സ്കീമുകളാണ്. എന്നാൽ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷൻ എന്ന് പറയുന്നത് എന്തല്ല ഇത്തരത്തിലൊരു സ്കീമിൽ ഉൾപ്പെടുന്നതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് ജലവിതരണം ഉൾപ്പെടുന്ന മേഖല ഏതാണ്? ജലവിതരണം ഉൾപ്പെടുന്ന മേഖല നോക്കിയേ: വ്യവസായ മേഖല, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, സേവന മേഖല. ഇതിൽ ജലവിതരണം ഏർപ്പെടുന്നത് ഏത് മേഖലയിലാണ്, അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏത് മേഖലയിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രാഥമിക മേഖലയാണോ, ദ്വിതീയ മേഖലയാണോ, തൃതീയ മേഖലയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താ വരിക? നമ്മുടെ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് സംശയമൊന്നും വേണ്ട,
ദ്വിതീയ മേഖലയാണ് കേട്ടോ. ദ്വിതീയ മേഖലയിലാണ് ശരിക്കും നമ്മുടെ ജലവിതരണമൊക്കെ ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് സംശയം അതിൽ ഉൾപ്പെടുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് വരും. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം. ഇവിടെ പ്രാഥമിക മേഖലയെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം കൃഷി അനുബന്ധ കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്? ഈ പറയുന്ന പ്രാഥമിക മേഖലയാണ് കേട്ടോ. കൃഷി, കാർഷിക വൃത്തിയും കാര്യങ്ങളൊക്കെ അതിലാണ് ഈ ജലസേചനം ഒക്കെ ഉൾപ്പെടുക. ഓക്കെ. ജലസേചനം ഒക്കെ ഉൾപ്പെടുന്നത് അതിൽ തന്നെയാണ്. ഇവിടെ നമ്മൾ ചോദിച്ചത് എന്താണ്? വിതരണമാണ്. ജലവിതരണം ദ്വിതീയമാണ്, പക്ഷെ ജലസേചനം പ്രാഥമികമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ. പിന്നെ ഈ കൃഷിയുടെ കൂടെ അതുമായി ബന്ധപ്പെട്ട കന്നുകാലി വളർത്തലും ഖനനം ഇതൊക്കെ അതിൽ വരുന്നതാണ്. കന്നുകാലി വളർത്തലുണ്ട്, ഖനനം ഒക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെയോ മത്സ്യബന്ധനം, വനപരിപാലനം ഒക്കെ എന്ത് തന്നെയാണ്? ഈ പറയുന്ന പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കുക. എന്താണ്? മത്സ്യബന്ധനം. ഓക്കെ. മത്സ്യബന്ധനം വരും. പിന്നെയോ അതിന്റെ കൂടെ തന്നെ പിന്നെ വനവൽക്കരണം അതൊക്കെ നമ്മൾ ഒരുതരം കൃഷി എന്നുള്ള ആ ഒരു ഇരുത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. വനവൽക്കരണം ഒക്കെ നമുക്ക് എന്താണ്? പ്രാഥമിക മേഖലയിൽ വരുന്നതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഞാൻ പറഞ്ഞു കന്നുകാലി വളർത്തലൊക്കെ, കന്നുകാലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ്, പ്രാഥമിക തന്നെയാണ്. അതൊക്കെ ഞാൻ കൃഷിയിൽ കോമൺ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. പിന്നെ വരുന്നതാണ് ദ്വിതീയ മേഖല അല്ലെ. പിന്നെ വരുന്നതാണ് ദ്വിതീയ മേഖല. അപ്പൊ ദ്വിതീയ മേഖലയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം. ദ്വിതീയ മേഖലയിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും വരുന്ന ജലവിതരണം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ടുള്ള ജലവിതരണം തന്നെയാണ് ദ്വിതീയ മേഖലയിൽ വരുന്നത്. അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക വ്യവസായങ്ങളെല്ലാം ഏതിൽ തന്നെയാണ് വരിക? വ്യവസായങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഏതിലാണ്? ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് വ്യവസായങ്ങൾ. ഓക്കെ. പിന്നെന്താണ്? ജലവിതരണം നമ്മളിപ്പോൾ പഠിച്ചു. അതിന്റെ കൂടെ തന്നെ കെട്ടിട നിർമ്മാണങ്ങളൊക്കെ ഏതാണ്? ഈ പറയുന്ന ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുക. കെട്ടിട നിർമ്മാണം, അതുപോലെ വൈദ്യുതി. ഓക്കെ. വൈദ്യുതി പോലുള്ള കാര്യങ്ങളൊക്കെ വൈദ്യുതി അതൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്? ഈ പറയുന്ന ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു കൃഷി, ജലസേചനം, ഖനനം, കന്നുകാലി, മത്സ്യബന്ധനം, വനവൽക്കരണം ഒക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്? നമ്മുടെ പ്രാഥമിക മേഖലയാണ്. എന്നാൽ വ്യവസായം, കെട്ടിട നിർമ്മാണം, വൈദ്യുതി, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ജലവിതരണം പോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത് ഏതാണ്? ഈ പറയുന്ന ദ്വിതീയ മേഖലയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഒരു മേഖലയും കൂടി തൃതീയ മേഖലയുണ്ട്. തൃതീയ മേഖല. ഓക്കെ. അപ്പൊ തൃതീയ മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക പ്രധാനമായിട്ട് ഈ സേവനങ്ങളൊക്കെ കോമൺ ആയിട്ട് ഉൾപ്പെടുന്നത് ഏതാണ്? ഈ പറയുന്ന തൃതീയ മേഖലയിലാണ്. ഓക്കെ. തൃതീയ മേഖലയിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. തൃതീയ മേഖല. ഓക്കെ. മേഖല. അപ്പൊ അതിലാണ് നമ്മൾ ഏത് വരുന്നത്? ഈ പറയുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. സേവനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ വിദ്യാഭ്യാസം വരും, ആശുപത്രി, വിദ്യാഭ്യാസം. ഓക്കെ. വിദ്യാഭ്യാസ മേഖലകളൊക്കെ അതിൽ ഉൾപ്പെടും. പിന്നെയോ ആശുപത്രി അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഒക്കെ ഉൾപ്പെടുന്നത് ഏതിലാണ്? ഈ പറയുന്ന തൃതീയ മേഖലയിലാണ്. ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ മൊത്തം വരും അല്ലെ. പിന്നെ വരുന്നത് നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ സേവന ഇതിൽ വരുന്നതാണ്. ഇൻഷുറൻസ്. പിന്നെ വാർത്താവിനിമയം ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന തൃതീയ മേഖലയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ പിന്നെ നമ്മൾ നേരത്തെ വ്യവസായം ഏതിൽ പറഞ്ഞു? ദ്വിതീയ മേഖലയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന്റെ കൂടെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. വ്യവസായശാലകളിൽ നിർമ്മിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിറ്റഴിക്കുന്നത്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വ്യാപാരം വഴിയാണ്. അപ്പൊ ഈ വ്യാപാരം വരുന്നത് ഏതിലാണ്? ദ്വിതീയമല്ല, തൃതീയമാണ്. വ്യാപാര സ്ഥാപനങ്ങളാണ്. വ്യാപാരമൊക്കെ വരുന്നത് തൃതീയത്തിലാണ്. പിന്നെയോ നമ്മൾ പഠിച്ചു പിന്നെ ഇൻഷുറൻസ് ഞാൻ പറഞ്ഞു അല്ലെ. സേവനങ്ങൾ പൊതുവായിട്ട് ഇതിലാണ് വരിക. പിന്നെ നമ്മൾ ഗതാഗതമൊക്കെ ഏതിൽ തന്നെയാണ് വരുന്നത്? ഗതാഗതം. ഓക്കെ. അതൊക്കെ നമ്മൾ ഈ പറയുന്ന തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ നോക്കേണ്ടത്. അതൊന്ന് പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ളതിൽ ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ കണക്കാക്കുന്നത്? ഫോർത്ത് പില്ലർ, 4ാം തൂണ്. ഓക്കെ. ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഓപ്ഷൻ നോക്കിയേ. ബഹുജന മാധ്യമങ്ങൾ, ഭരണനിർവഹണ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം, അതുപോലെ തന്നെ നീതിന്യായ വിഭാഗം. ഇതിൽ ഏതാണ് ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എന്ന് അറിയപ്പെടുന്നത്? ആൻസർ വരുന്നത്, സംശയമൊന്നും വേണ്ട, ആൻസർ വരുന്നത് എന്താണ്? നമ്മുടെ മാധ്യമങ്ങളാണ് കേട്ടോ. മീഡിയകളെയാണ് നമ്മൾ പൊതുവായിട്ട് 4ാം തൂണ് അല്ലെങ്കിൽ ഫോർത്ത് പില്ലർ എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ്, ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. നോക്കിയേ. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ആംഗ്ലോ ഇന്ത്യക്കാർ. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ആംഗ്ലോ ഇന്ത്യക്കാർ. ഈ പറഞ്ഞ 4 കാര്യത്തിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നേ ചോദിച്ചിട്ടുള്ളൂ അല്ലെ. അപ്പൊ ആൻസർ എന്താ വരിക? നമുക്ക് ഏത് പറയാൻ പറ്റും? ആംഗ്ലോ ഇന്ത്യക്കാരാണ് വരിക. ഓക്കെ. ഇതൊക്കെ ജനറൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ആംഗ്ലോ ഇന്ത്യക്കാരാണ് വരിക നമ്മുടെ ഇതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. ന്യൂനപക്ഷ വിഭാഗത്തിൽ ഇന്ത്യയിൽ ഉൾപ്പെടാത്തത്. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നതിൽ ജനാധിപത്യ ഭരണകൂടത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക.
അപ്പൊ നമുക്കിവിടെ 4 പോയിന്റുകൾ തന്നിട്ടുണ്ട്. 1, 2, 3 and 4 ഈ 4 ജനാധിപത്യ ഭരണകൂടത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. ഇത് ശരിക്കും ശ്രദ്ധിക്കണം. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. നോക്കിയേ, കാലാകാലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ്, അതാണ് ജനാധിപത്യം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഔദ്യോഗിക മതം നിലവിലുണ്ടായിരിക്കും. തേർഡ്, ഗവൺമെന്റിന് അധികാരം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഫോർത്ത്, നീതിന്യായ വിഭാഗത്തിന് ഗവൺമെന്റിനെ നിയന്ത്രിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ അധികാരമില്ല എന്നാണ് പറഞ്ഞത്. ഈ 4 കാര്യങ്ങളിൽ ജനാധിപത്യ ഭരണകൂടത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്ന് വേണം നിങ്ങൾ കണ്ടെത്താനായിട്ട്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റുമല്ലോ. ഓക്കെ, നമുക്ക് ഏതാ പറയാൻ പറ്റുക? ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഇതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 2 and 3, 1 and 3, 2 and 4, അതുപോലെ 3 and 4 എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ആൻസറിലേക്ക് പോകണമെങ്കിൽ ഏതാ നമുക്ക് പറയാൻ പറ്റുക? ശരിക്കും നോക്കിയേ, കാലാകാലങ്ങൾ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അല്ലേ. ആൻസർ വരുന്നത് ഏതാ വരിക? കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ്, അത് അതിന്റെ ഒരു പ്രത്യേകതയാണല്ലോ അല്ലേ. അതിന് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഇത് നമ്മൾ ആൻസർ അല്ല, അത് തെറ്റാണ് അല്ലേ. നെക്സ്റ്റ്, ഔദ്യോഗിക മതം നിലവിലുണ്ടായിരിക്കും. നമ്മുടെ ജനാധിപത്യ ഭരണകൂടത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇന്ത്യയിൽ ഔദ്യോഗിക മതം നിലവിലുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ, ഇത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ആണ് ഇത്. സോ നമുക്ക് 2 എന്തായാലും വരും. അപ്പോൾ 2 വരുന്ന ഏതൊക്കെ ഉള്ളതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. 2 and 3 അല്ലെ, ഏതൊക്കെയാണ് ഉള്ളത്? 2 and 3, 1, 3 ഉണ്ട്, അത് വേണ്ട. പിന്നെ 2 and 4 ആണുള്ളത്. 2 and 4 ആണ് നമുക്ക് 2 വരുന്നതായിട്ട് ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് അല്ലേ. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഗവൺമെന്റിന് അധികാരം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഗവൺമെന്റിന് അധികാരം പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെയോ, നീതിന്യായ വിഭാഗത്തിന് ഗവൺമെന്റിനെ നിയന്ത്രിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ അധികാരമില്ല. അത് തെറ്റാണ് അല്ലേ. നീതിന്യായ വിഭാഗത്തിന് അങ്ങനത്തെ അധികാരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ നമുക്ക് ആൻസർ ഇപ്പോൾ 2മായി ബന്ധപ്പെട്ടതാ ഇവിടെ വരുന്ന നെക്സ്റ്റ് വരുന്നത് 2 and 4 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, റെഡി ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 240 അനുച്ഛേദം, 243 ZK അനുച്ഛേദം, 243 K അനുച്ഛേദം, അതുപോലെ തന്നെ 243 R അനുച്ഛേദം. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ പറയാൻ പറ്റും ഏതാണ്? യാതൊരു സംശയവും വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനാണ്. ഓപ്ഷൻ സി ആണ്, 243 K ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 243 K ആണ് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, താഴെ തന്നിട്ടുള്ളതിൽ ബഹുകക്ഷി സമ്പ്രദായത്തിന് ബാധകമായിട്ടുള്ളത് ഏതെന്ന് കണ്ടെത്തുക. ബഹുകക്ഷി സമ്പ്രദായത്തിന് ബാധകമായിട്ടുള്ളത് ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ശക്തമായ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഉണ്ടായിരിക്കും. അടുത്തത്, മത്സരരഹിത കക്ഷി സമ്പ്രദായമാണ്. തേർഡ്, ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സ്വേച്ഛാധിപത്യത്തിന് വഴിയൊരുക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ്. 4 കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ബഹുകക്ഷി സമ്പ്രദായത്തിന് ബാധകമായിട്ടുള്ളത് ഏതാണ് എന്ന് വേണം നമ്മൾ കണ്ടെത്താനായിട്ട് വേണ്ടത് അല്ലെ. ഏതാ വരുക? യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ബഹുകക്ഷി സമ്പ്രദായം. ഏകകക്ഷി ബഹുകക്ഷി സമ്പ്രദായങ്ങളൊക്കെയാണ് അപ്പൊ അതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ബഹുകക്ഷി സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടുള്ളത് രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഗ്രാമസഭയെ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന പദവിയിലേക്ക് ഉയർത്തിയ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ്? ഓക്കെ, എന്താണ്? ഗ്രാമസഭയെ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന പദവിയിലേക്ക് ഉയർത്തിയ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ഏത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നോക്കാം. 44ാം ഭേദഗതി നിയമം 1978, അതായത് 1978ലെ 44th അമെൻമെന്റ് ആണ്. നെക്സ്റ്റ്, 73ാം ഭേദഗതി നിയമം 1992. തേർഡ്, 83ാം ഭേദഗതി നിയമം 2000. അതുപോലെ ഓപ്ഷൻ ഡി 84ാം ഭേദഗതി നിയമം 2001 എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് വരണം, കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് വരണം. ഗ്രാമസഭയെ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന പദവിയിലേക്ക് ഉയർത്തിയ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ് എന്നാണ് ചോദിച്ചത്. എ, ബി, സി, ഡി 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്താ പറയാൻ പറ്റുക? ആൻസർ ചെയ്താൽ പറയാൻ പറ്റുക? എ, ബി, സി, ഡി 4 ഏത് നമുക്ക് പറയാൻ പറ്റും? വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ആൻസർ വരുന്നത് സംശയമൊന്നും വേണ്ട, ഓപ്ഷൻ ബി ആണ്. 73ാം ഭേദഗതി നിയമമാണ് 1992. ഓക്കെ, 73ാം ഭേദഗതിയാണ് 92ലാണ്. 1992ലെ 73. ഓക്കെ, അമെൻമെന്റ് 73 ആണ് ഇവിടെ വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് കാലഘട്ടത്തിലാണ് ബാർട്ടർ സമ്പ്രദായം നിലവിൽ വന്നത്? ബാർട്ടർ സമ്പ്രദായം നിങ്ങൾക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്ത
ഒരു കാലഘട്ടം മുമ്പ് ഉണ്ടായിരുന്നു അല്ലേ? നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമ്മൾ പണം കൊടുക്കണം. പക്ഷെ നേരെ തിരിച്ചിട്ട് പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇപ്പോൾ ഒരു മത്തങ്ങ വാങ്ങിക്കണമെങ്കിൽ 2 തേങ്ങ കൊടുക്കും അല്ലേ? അല്ലെങ്കിൽ 2 തേങ്ങ വാങ്ങണമെങ്കിൽ ചിലപ്പോൾ 2, 3 ഉള്ളി കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന സിസ്റ്റമാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഓക്കെ, കറൻസിക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഏത് കാലഘട്ടത്തിലാണ്? നവീന ശിലായുഗം, പുരാതന ശിലായുഗം, താമ്ര ശിലായുഗം, അതുപോലെ സൂക്ഷ്മ ശിലായുഗം. പറഞ്ഞ 4 കാര്യത്തിൽ ഏത് കാലഘട്ടത്തിലാണ് ബാർട്ടർ സമ്പ്രദായം നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഏതാണ്? സംശയമൊന്നും വേണ്ട, പുരാതന ശിലായുഗമാണ് കേട്ടോ. പുരാതന ശിലായുഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ആൻസർ ആയിട്ട് വരിക. പുരാതന ശിലായുഗ കാലഘട്ടത്തിലാണ് ബാർട്ടർ സമ്പ്രദായം നിലവിൽ വന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നു. ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. ഇതൊക്കെ നമ്മൾ എക്സാമിന് വന്നത് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈജിപ്തിൽ ഏകദൈവ വിശ്വാസം നടപ്പിലാക്കിയ ഫറോവ ആരാണ്? ഈജിപ്തിൽ ഏകദൈവ വിശ്വാസം നടപ്പിലാക്കിയ ഫറോവ. ഓപ്ഷൻസ്: രാംസസ് 1, തട്മോസ് 3, അഹ്മോസ്, അതുപോലെ തന്നെ അഖ്നാട്ടൻ. ഓക്കെ, നമ്മൾ അഖിലാട്ടൻ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ, അഖ്നാട്ടൻ. ഓക്കെ, അപ്പോൾ ഈ 4 പേരിൽ ആരാണ് ഈജിപ്തിലെ ഏകദൈവ വിശ്വാസം നടപ്പിലാക്കിയത്? ഏകദൈവ വിശ്വാസം നടപ്പിലാക്കിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അഖ്നാട്ടനാണ് കേട്ടോ. അഖിലാട്ടൻ എന്ന് കൊടുത്താൽ മതി. ഈജിപ്തിൽ ഏകദൈവ വിശ്വാസം നടപ്പിലാക്കിയത് ഫറോവ അഖിലാട്ടനാണ്. ഓക്കെ, അഖിലാട്ടൻ ഫറോവ അല്ലെങ്കിൽ അഖ്നാട്ടൻ. ഓക്കെ, നെക്സ്റ്റ്. ഡിക്ലൈൻ ആൻഡ് ഹാൾ ഓഫ് റോമൻ എംപയർ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? നല്ല ഒരു ചോദ്യമാണ്. എന്താണ് ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? എഡ്വേർഡ് ഗിബൺ, ടാസിറ്റസ്, സെന്റ് അഗസ്റ്റിൻ, അതുപോലെ തന്നെ യൂസിബിയസ്. ഈ 4 പേരിൽ ആരാണ് ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഡി 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരാണ് ആ ഒരു ഗ്രന്ഥം രചിച്ചതെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ആരാണ്? യൂസിബിയസ് ആണ് കേട്ടോ. യൂസിബിയസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, യൂസിബിയസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, യങ് ബംഗാൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? യങ് ബംഗാൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണെന്നാണ് ചോദിച്ചത്. രാജാറാം മോഹൻ റോയ്, ഗോപാൽ ഹരി ദേശ്മുഖ്, ഗോപാൽ ഗണേഷ് അഗർക്കർ, അതുപോലെ തന്നെ വിവിയൻ ഡെറോസിയോ. അപ്പൊ ഈ 4 കാര്യങ്ങൾ ആരാണ്? 4 പേരിൽ ആരാണ് യങ് ബംഗാൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ? ഇതൊക്കെ ഇനി വന്നേക്കാം. യങ് ബംഗാൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര് എന്നാണ് ചോദിച്ചത്. രാജാറാം മോഹൻ റോയ്, ഗോപാൽ ഹരി ദേശ്മുഖ്, ഗോപാൽ ഗണേഷ് അഗർക്കർ, അതുപോലെ തന്നെ വിവിയൻ ഡെറോസിയോ. അപ്പൊ ആരാണ്? യാതൊരു സംശയം വേണ്ട, ഓപ്ഷൻ ഡി ആണ്, വിവിയൻ ഡെറോസിയോ ആണ് കേട്ടോ. വിവിയൻ ഡെറോസിയോ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 15 ചോദ്യങ്ങളാണ്. ഒരെണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, നോക്കാം. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷുകാർക്കെതിരായുള്ള ഹിന്ദു മുസ്ലിം ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അറിയപ്പെടുന്ന വിപ്ലവം ഉണ്ടല്ലോ, 1857 വിപ്ലവം. ആ വിപ്ലവത്തെ ബ്രിട്ടീഷുകാർക്കെതിരായുള്ള ഹിന്ദു മുസ്ലിം ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. ടി ആർ ഹോംസ്, ജെയിംസ് ഔട്ട്രം, എൽ.ആർ. റീസ്, അതുപോലെ തന്നെ ജെ.ജി. മെഡ്ലി. പറഞ്ഞ 4 പേരിൽ ആരാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? എന്താണ്? ഹിന്ദു മുസ്ലിം ഗൂഢാലോചന, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഹിന്ദു മുസ്ലിം ഗൂഢാലോചനയാണ് ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നാണ്. സംശയത്തിനൊന്നും ആവശ്യമില്ല, ഓപ്ഷൻ ബി ആണ്, ജെയിംസ് ഔട്ട്രം ആണ് കേട്ടോ. ജെയിംസ് ഔട്ട്രം എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ജെയിംസ് ഔട്ട്രം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അദ്ദേഹമാണ് വിശേഷിപ്പിച്ചതിന്റെ കാര്യം ഓർത്തിരിക്കുക. ഇത്രയാണ് നമ്മുടെ സോഷ്യൽ ഇന്നിപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് നന്നായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാകും, ഷുവറാണ്, ഉറപ്പാണ്. നല്ല രീതിയിൽ പഠിക്കണം. എസ്.എൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയുള്ള സമയങ്ങളിൽ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത്രയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഇതിന്റെ PDF ആയിട്ട് നമ്മുടെ സോഷ്യലിന്റെ ഇതുപോലെയുള്ള 60 ചോദ്യങ്ങളാണല്ലോ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ 60 ചോദ്യങ്ങൾ വീതമുള്ള 14 സെറ്റ് അടങ്ങിയിട്ടുള്ള ഒരു PDF മെറ്റീരിയൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. സോഷ്യലിലാണ്, ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്ക്രീനിൽ നെക്സ്റ്റ് കാണിക്കുന്ന അല്ലെങ്കിൽ 9037276771 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ അവരവിടെ നിന്ന് ഫോളോ ചെയ്ത് തരും. ഓക്കെ, ഫോർവേഡ് ചെയ്ത് തരും. ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ തന്നെ സോഷ്യൽ മാത്രമല്ല സൈക്കോളജി ഉണ്ട്, അതുപോലെ മലയാളം ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. അതൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്തിട്ട് വാങ്ങിയിട്ട് പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെഷൻ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അടുത്ത സെഷനിലേക്ക് കാണാം. നമ്മുടെ സൈക്കോളജിയുടെയും മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റൻസും മോഡൽ ക്വസ്റ്റൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള PDF മെറ്റീരിയൽ ഇറക്കിയപ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു PDF ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഇതിലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ മറ്റേ ഉള്ള PDF ചെയ്ത പോലെ അല്ല ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി, നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് 60 ചോദ്യങ്ങൾ വീതമുള്ള സെറ്റുകളായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അതായത് 60 ചോദ്യങ്ങൾ വീതമുള്ള 14 സെറ്റുകളാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. 60 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇങ്ങനെ വരിക.
ഓരോന്ന് ഇപ്പൊ സെറ്റ് 1 ആണെങ്കിൽ അതിൽ 1, 2 ഇതാ 1, 1, 2, 3 ആയിട്ട്. മലയാളം മീഡിയത്തിൽ മാത്രമേ ഇപ്പൊ ചോദ്യങ്ങളുള്ളൂ, ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇല്ല. ഓക്കെ, മലയാളം മീഡിയം മാത്രമേ ഉണ്ടാവൂ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന്റെ ആൻസർ ഉണ്ടാവും. എല്ലാം പ്രീവിയസ് തന്നെയാണ് കൂടുതലും. അപ്പൊ ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ 60 ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഓക്കെ, നമ്മുടെ എക്സാമിന് 60 ചോദ്യങ്ങളാണല്ലോ ഉള്ളത്. അപ്പൊ 60 ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പൊ നിങ്ങൾ ആ 60 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം 60ാമത്തെ ചോദ്യം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ, അവിടെ നമ്മൾ ലെറ്റ്സ് അസസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ചധികം ഇപ്പൊ നമ്മൾ പഠിച്ചതിൽ നിന്നും ഒരു 4-5 ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ താഴെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പഠിച്ചതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ വായിച്ചതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. ആൻസർ ഓൾറെഡി നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അതുകൂടെ കിട്ടിയെന്ന് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 60 എണ്ണം നിങ്ങൾ സെറ്റ് ആയി എന്ന് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത സെറ്റിലേക്ക് പോവുക, രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോവുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സെറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ അസസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾക്കൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടി വായിച്ച് അതിന്റെ ആൻസർ കണ്ടെത്തിയിട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത സെറ്റിലേക്ക് പോകാം. അങ്ങനെ 3-4 സെറ്റുകൾ ഇങ്ങനെ പോയി നിങ്ങൾക്ക് ടോട്ടൽ അവിടെ 14 സെറ്റുകൾ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പൊ 60 × 14 എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഏകദേശം ഒരു 840 അധികം ചോദ്യങ്ങളാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കവർ പേജ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 800+ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്, പ്രീവിയസ് പ്ലസ് മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത്. 60 ക്വസ്റ്റ്യൻസ് × 14 സെറ്റാണ്, മലയാളം മീഡിയത്തിൽ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ എക്സാമിലെ സോഷ്യലിലെ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഇത് കാറ്റഗറി 2 മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയതാണ്. കാറ്റഗറി 3 ഇതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. മലയാളം മീഡിയത്തിൽ മാത്രമാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കത് നമ്മളെ മറ്റേ നമ്പറിലേക്ക് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ അവർ അതിന്റെ റീപ്ലേയും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ അയച്ചു തരും. ഓക്കെ, അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 14 സെറ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസം കുറഞ്ഞ നിങ്ങൾ ഇനിയുള്ള ഒരു ദിവസം ഒരു സെറ്റെങ്കിലും നിങ്ങൾ പഠിക്കണം, ഒന്ന് വായിച്ചു നോക്കണം. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിനായിരിക്കും SCERT ബേസ്ഡ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. ഓക്കെ, ഒരു ദിവസം നിങ്ങൾ 60 ചോദ്യം നിങ്ങൾ പഠിക്കുക. രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ സെറ്റ് 2 നിങ്ങൾ ചെയ്യുക. അതിലും 60 ചോദ്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ചെയ്തു പോകുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പഠിച്ച ഒരു ട്രാക്കിലേക്ക് വരും. പിന്നെ അതിലുള്ള റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ അടുത്ത സെറ്റിൽ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ 1-2-3 സെറ്റ് ഒക്കെ കവർ ചെയ്യാനായിട്ട് പറ്റും. ചെറിയ സമയമുണ്ട്, 60 ചോദ്യം കവർ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് 30 മിനിറ്റ് പോലും ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 14 സെറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു 5-6 അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇത് കവർ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. സോഷ്യൽ സയൻസിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഉറപ്പാണ്. സോഷ്യലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പെഡഗോഗിക് ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മെറ്റീരിയൽ തന്നെയാണ് ഉള്ളത്. ഓരോ 60 ക്വസ്റ്റ്യൻ വീതം അടങ്ങിയ സെറ്റിലും നിങ്ങൾക്ക് ഒരു 10-20 പെഡഗോഗിക് സെഷൻ ചോദ്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാമ്പിൾ കോപ്പി ഒക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. ഓക്കെ.